വെള്ളയിൽ പ്രമോ ചിത്രീകരണത്തിനിടെ അപകടമുണ്ടായിരുന്നു, അപകടത്തിൽ മരണം ഉണ്ടായിരുന്നു. അതിൽ സാബിത്ത റഹീസ് എന്നിവർ എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് മുന്നിൽ ഹാജരായ അല്പസമയത്തിന്. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് RTO മാധ്യമങ്ങളോട് സംസാരിക്കാൻ അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നു. സന്തോഷ് കുമാർ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. പ്രൊമോഷൻ മീഡിയ ആയിട്ട് ചിത്രീകരിച്ചതെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അവർ മനഃപൂർവ്വം അല്ല, അങ്ങനെ യാദർച്ഛ്യമായിട്ട് അപകടം സംഭവിച്ചതായിട്ടാണ് അവർ മൊഴി തന്നിട്ടുള്ളത്. ഈ ബെൻസ് വാഹനത്തിന് എല്ലാ രേഖകളും ആണോ? ജീവവാഗണിന് ഇൻഷുറൻസ് ഇല്ല, പിന്നെ കേരള ടാക്സ് ഇല്ല. മാറ്റിയിട്ട് ഇതുവരെ മാറ്റിയിട്ടില്ല. യഥാർത്ഥ നമ്പർ എക്സിബിറ്റ് അവിടെ വണ്ടി ചെയ്തിട്ടുള്ള TS09 UA9 ആണ്. അപ്പൊ ആക്ച്വൽ നമ്പർ എന്ന് പറയുന്നത് TS09 GF 7636. വ്യാജമല്ല, നേരത്തെ ഈ തെലങ്കാനയിലെ നമ്പറാണ്. പേര് മാറുമ്പോൾ അടുത്ത നമ്പറിലേക്ക് വരും. സാർ, ഈ കൃത്യമായ രേഖകൾ ഇല്ലാത്തതിന് എന്താണ് നടപടി? വാഹനത്തിന്റെ ടാക്സ് ഇൻഷുറൻസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞത്. അത് തന്നെ നമ്മളിപ്പോ ഒരു MPയുടെ നേതൃത്വത്തിൽ ഒരു ടീമിനെ ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടെ ഡീറ്റെയിൽസ്, RCയുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് തെലങ്കാനയിൽ നിന്ന് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അത് കിട്ടുന്ന മുറയ്ക്ക് RC സസ്പെൻഷൻ ഉള്ള നടപടിയിലേക്ക് നീങ്ങും. ടീമിനെ വെച്ചിട്ടുണ്ട്. ബ്രൈറ്റ് ഇമ്മാനുവൽ, ഷബീർ മുഹമ്മദ് അലി അവരുടെ നേതൃത്വത്തിൽ ഡീറ്റെയിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ ഇതുവരെ വാഹനങ്ങൾ വെച്ച് ചെയ്ത് വീഡിയോ ഒക്കെ ചിത്രീകരിക്കുന്നത് തന്നെ മറ്റുള്ളമായ നിയമലംഘനമല്ല. അതിന് മോട്ടോർ വാഹന വകുപ്പിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇപ്പം ഈ ഇൻസിഡന്റ് നടന്നതിന് നമ്മൾ ആക്ഷൻ എടുത്തിട്ടുണ്ട്. അല്ലാതെ തന്നെ ഇപ്പം ഈ കഴിഞ്ഞ മാസം ഈ കോഴിക്കോട് ബീച്ചിൽ നമ്മൾ ഓൾട്ടറേഷൻ സംബന്ധമായി സൈലൻസർ ഓൾട്ടറേഷൻ അങ്ങനെ വിവിധ കേസുകളിൽ തന്നെ ഒരു നമ്മുടെ ഈ ഇവിടെ നിന്ന് തന്നെ ഒരു 70-ൽ കൂടുതൽ കേസ് എടുത്തിട്ടുണ്ട്. അവിടെ അങ്ങനെ ഒരു ആ ഏരിയയാണ്, ആ ബീച്ച് പ്രത്യേകിച്ച്. എല്ലാ മന്ത്ലി നമ്മൾ റൊട്ടീൻ വർക്കിന്റെ ഭാഗമായിട്ട് കേസുകൾ കിട്ടാറുണ്ട്, ചെയ്യാറുണ്ട്. അല്ല, RC ഓണർ അല്ല. അവർ രണ്ടുപേരും പേരിൽ, ഒരു കമ്പനിയുടെ പേരിലാണ്. ഇതിന്റെ ഒറിജിനൽ റെക്കോർഡുകളെല്ലാം ഈ തെലങ്കാന, അതായത് ഈ ജീവാൻ വണ്ടിയുടെ ഒറിജിനൽ റെക്കോർഡുകളെല്ലാം ഹാജരാക്കാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവർ ഉടനെ തന്നെ ഹാജരാക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അത് വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള തുടർ നടപടികൾ. ലാൻഡ് ഓവർ ലാൻഡ് ഓവർ അല്ല, മറ്റേ ഡിഫൻഡർ KL 10BK001. അത് മലപ്പുറം അഡ്രസ്സാണ്. സിസ്റ്റത്തിൽ നോക്കിയാൽ കിട്ടും. ഇവിടെ അല്ലല്ല. വെള്ളയിൽ പ്രമോ ചിത്രീകരണത്തിനിടെ ഒരു യുവാവ് മരിക്കുന്ന സാഹചര്യമുണ്ടായി. അതിലിപ്പോൾ സാബിത്തിൻ്റെ ലൈസൻസ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. റഹീസിൻ്റെ ലൈസൻസ് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. രണ്ടുപേരുടെ വിസ്തീർണം തൃപ്തികരമല്ല എന്ന് പറയുകയാണ് എൻഫോഴ്സ്മെന്റ് RTO. ബെൻസിന്റെ രജിസ്ട്രേഷൻ കേരളത്തിലേക്ക് മാറ്റിയിട്ടില്ല. കൂടുതൽ പരിശോധനയ്ക്ക് പ്രത്യേക ടീമിനെ നിയോഗിച്ചു. ബെൻസിന്റെ എല്ലാ രേഖകളും ഹാജരാകാൻ ആവശ്യപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷണത്തിന്റെ കാര്യങ്ങൾ പറയുകയായിരുന്നു.